വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മൾ സംസാരിക്കാൻ പോണത് ലാലിഗയിലെ കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാവുന്ന പോലെ ആദ്യ മത്സരത്തിൽ റയൽ മാഡ്രിഡ് അതേപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് എല്ലാം പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നു സീസൺ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ റയൽ മാഡ്രിഡിനും അത്ലറ്റിക്കോ മാഡ്രിഡിനും വളരെ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടുപേരും 3 ഗോളിൻ്റെ വ്യത്യാസത്തിൽ ജയിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യം എടുത്ത് പറയണം, പുതിയതായിട്ട് വന്ന സൈനിങ്സുകളൊക്കെ ടീമിന് വേണ്ടി ഇറങ്ങിയിരുന്നു. അൽവാരസ്, ഗല്ലാഗർ എല്ലാവരും ഇറങ്ങി. അൽവാരസ് ഫസ്റ്റ് 11 തന്നെ ടീമിലുണ്ടായിരുന്നു. ഗ്രീസ്മാൻ അതുപോലെ അൽവാരസിനെയും ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജിറോണക്കെതിരെ ഇറങ്ങിയത്. രണ്ടുപേരും നമുക്ക് അറിയുന്ന പോലത്തെ പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം രണ്ടുപേരും കുറച്ച് ഡീപ്പിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ രണ്ടുപേരും ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് സിമിയോണി മത്സരം ആരംഭിച്ചത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗ്രീസ്മാൻ്റെ ഗോളും വന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ 2 ഗോളും കൂടി അടിച്ച് ജിറോണക്കെതിരെ അത്ലറ്റിക് മത്സരം ഫുള്ളാക്കി. ജിറോണൻ്റെ കാര്യത്തിൽ പറയണം, കുറേ താരങ്ങളും ഇഷ്ടംപോലെ നല്ല താരങ്ങൾ കഴിഞ്ഞ സീസണിൽ ടീമിൻ്റെ ബാക്ക് ബോണായിരുന്ന പല താരങ്ങളും ഇപ്രാവശ്യം വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ എറിക് ഗാർഷ്യനെ ബാഴ്സലോണയിൽ നിന്ന് എത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെ ഉറപ്പില്ല. ഈ അവസരത്തിൽ പുതിയ സീസണിൽ ഏകദേശം കഴിഞ്ഞ സീസണിലെ പോലെ ഒന്നും അത്ര പെർഫോമൻസ് നടത്താൻ കഴിയില്ല എന്നാണ് ആദ്യത്തെ മത്സരങ്ങൾ കഴിയുമ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ അവർ തിരിച്ചു വരും, പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതിയിൽ അവർക്ക് ഇപ്പോഴുള്ള താരങ്ങളെ വെച്ചിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും തന്നെയാണ് നമ്മൾ ഈ മത്സരങ്ങളെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാര്യം ബ്രാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് ടോട്ടനത്തിൽ നിന്ന്. എന്നാലും പഴയ പ്രകടനം അവർ കഴിഞ്ഞ സീസണിലെ പ്രകടനം അവരിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ കാര്യം, ആദ്യ മത്സരത്തിൽ നമുക്കറിയാവുന്ന പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അവസാന നിമിഷം ഒരു ഗോൾ വഴങ്ങി. പക്ഷേ ഇന്നലെ ഫ്രണ്ട് 3 അവർ തന്നെയാണ് ഇറങ്ങിയത്. എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ ഒക്കെ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ ആദ്യ മത്സരത്തിലെ പോലുള്ള പിഴവുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അവർ പലപ്പോഴും കൗണ്ടറൊക്കെ അടിച്ച് സ്പീഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഓഫ് കോഴ്സ് അവർ അടിച്ച് കയറി പോകും, അവിടെ എത്തും. പക്ഷേ പലപ്പോഴും ഫിനിഷ് ചെയ്യാൻ കഴിയുണ്ടായിരുന്നില്ല. അതേപോലെ മിഡ്ഫീൽഡിൽ ഒരു ക്രിയേറ്റീവ് പ്ലെയറുടെ അഭാവം നല്ലപോലെ ഉണ്ടായിരുന്നു. അവസാനം ഫെഡെ വൽവേർഡേൻ്റെ ഗോളിലാണ് റയൽ ഒരു ഗോളടിച്ച് ലീഡ് എടുത്തത്. എന്നിട്ടും പിന്നെ തിരിച്ചും അതുപോലെ ഒലഡോൾഡിൻ്റെ ഭാഗത്തു നിന്ന് കുറേ ആക്രമണങ്ങളൊക്കെ അറ്റാക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ബ്രഹീം ഡിയാസ് കളത്തിലിറങ്ങി ഒരു ഗോൾ അടിച്ചു. അതുപോലെ അവസാനം എംബാപ്പനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവസാനം 5 മിനിറ്റ് മത്സരം ഫുൾ ടൈമിന് 5 മിനിറ്റ് ഉണ്ടായപ്പോൾ എംബാപ്പനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എൻട്രിക്കിന് ഒരു ഗോൾ അടിക്കാൻ സാധിച്ചു. അത് നല്ലൊരു ഫിനിഷ് തന്നെയായിരുന്നു. ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രഹീം ഡിയാസിൻ്റെ പാസ് സ്വീകരിച്ചിട്ട് എന്തായാലും നല്ല അത്ര ഈസി ആയിട്ടുള്ള ആംഗിളൊന്നുമില്ല, എന്നാലും താരം നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് തൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് ഫാൻസിന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞത് ബാഴ്സലോണൻ്റെ പ്രകടനമാണ്. ബാഴ്സലോണ ഫസ്റ്റ് മാച്ച് അറിയാവുന്ന പോലെ വലൻസിയക്കെതിരെ കുറച്ചൊന്നും ഡൗൺ ആയി തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേനും ഫ്ലിക്കിൻ്റെ ഫുട്ബോൾ എന്താണെന്നുള്ളത് ബയണിൽ കണ്ടിട്ടുള്ളത് എങ്ങനെയാണോ അതുപോലെ നല്ല സ്പീഡായിട്ടുള്ള ഡയറക്റ്റ് ഫുട്ബോൾ, വെർട്ടിക്കലി മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ, അതായിരുന്നു ആദ്യ മത്സരം കണ്ടത്. രണ്ടാം മത്സരത്തിൽ അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ 90 മിനിറ്റും നല്ല അടിപൊളി. അതും അത്ലറ്റിക് ക്ലബ്ബ് നല്ല അത്യാവശ്യം ഫിസിക്കലായിട്ടുള്ള ടീമാണ്. സ്പീഡായിട്ട് അവർക്ക് 2 പ്ലേയേഴ്സ് ഉണ്ട്, ഇനാക്കി ഉണ്ട്, നിക്കുണ്ട്. രണ്ടുപേരും നല്ല സ്പീഡായിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഹൈലൈൻ കളിക്കുമ്പോഴുള്ള പ്രഷറും കാര്യങ്ങളും അങ്ങനത്തെ റിസ്ക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല രീതിയിൽ തന്നെ സ്വന്തം ഗ്രൗണ്ടിൽ ബാഴ്സലോണ അത്ലറ്റിക്കിനെ പൂട്ടിക്കെട്ടിയെന്ന് തന്നെ പറയാം. അതുപോലെ എടുത്തു പറഞ്ഞ റഫീനെ നമ്പർ 10 ഏകദേശം അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിലാണ് ഫ്ലിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഷാവി വന്ന സമയത്ത് ഏകദേശം ഇതിന് അങ്ങനെ 2-3 വർഷം ട്രൈ ചെയ്തിട്ടുണ്ട് റാഫീനേൻ്റെ മിഡ്ഫീൽഡിൽ കളിക്കാൻ. കാര്യം താരം അങ്ങനത്തെ ഒരു പ്ലെയറാണ്. കാര്യം വിങ്ങിലിട്ട ഒരു ലെഫ്റ്റ് ഫുട്ട് മാത്രമേ യൂസ് ചെയ്യണേ, പലപ്പോഴും ഡ്രിബ്ലിങ് പ്ലേയേഴ്സിന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ്. പക്ഷേ മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ താരത്തിൻ്റെ പാസിങ് കുഴപ്പമില്ല, നല്ലപോലെ ഷോട്ട് എടുക്കാനുള്ള പൊസിഷനിലൊരു താരത്തിന് വരാൻ കഴിയും. അങ്ങനെയുള്ള പല ഗുണങ്ങളുള്ളതുകൊണ്ടാവും മിഡ്ഫീൽഡിൽ ഉപയോഗിക്കുന്നത്. ഷാവി ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ അത് വർക്കൗട്ട് ആയില്ല ടീമിൻ്റെ കൂടെ. പക്ഷേ ഫ്ലിക്കിൻ്റെ ഒരു കുറച്ചും കൂടി സ്പീഡായിട്ടുള്ള ഫിസിക്കലി സ്പീഡായിട്ടുള്ള പ്ലേ അപ്പോൾ റാഫീനെ കുറച്ചും കൂടി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് മത്സരം കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ പെഡ്രി അവസാനമായിട്ട് ഫുൾ മാച്ച് ഇങ്ങനെ 90 മിനിറ്റ് കളിച്ചതെന്നാണെന്ന് തന്നെ ഓർമ്മയില്ല. താരം പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, അല്ലെങ്കിൽ കാര്യം അറിയാം അങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷനിലൂടെയാണ് താരം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫെറാൻ ടോറസ് അതുപോലെ പ്രോഡക്റ്റ് ഒന്നും പലപ്പോഴും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല കളി തന്നെയായിരുന്നു ഫെറാൻ ടോറസ് കളിക്കുന്നത്. പക്ഷേ ഒരു വിങ്ങറെ കൂടി വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ താരത്തിൻ്റെ ടീമിലെ ഫസ്റ്റ് ചോയ്സ് എന്നുള്ള ഒരു ഓപ്ഷനും താരത്തിന് പിന്നെ ഉണ്ടാവില്ലായിരിക്കും, വേറെ വിങ്ങറും കൂടി വന്നാൽ. പിന്നെ ലെമീൻ നല്ലപോലെ തന്നെ കളിച്ചു. അതുപോലെ യങ്സ്റ്റേഴ്സ് ബെർണാളിനെ ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ പിവട്ടായിട്ട് ഫ്ലിക്ക് യൂസ് ചെയ്തത്. ഇതുവരെ പ്രീ സീസണിൽ കഴിഞ്ഞ മത്സരത്തിലെല്ലാം ഡബിൾ പിവട്ട് ചെയ്യുന്ന കസാഡോൻ്റെ കൂടെ ആയിരുന്നു ബെർണാളിനെ യൂസ് ചെയ്തത്. ബെർണാൾ നല്ലപോലെ കളിച്ചു. നല്ല പലപ്പോഴും ബാക്കിൽ നിന്ന് ലോങ് ബോളൊക്കെ വിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാനും നല്ല പാസ് ഇട്ട് കൊടുക്കാനൊക്കെ താരത്തിന് കഴിഞ്ഞു.
അതുപോലെ പിന്നെ കുബാർസ ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ മിസ്റ്റേക്കിന് ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു ബാഴ്സ അതുപോലെ അത്ലറ്റിക് മാച്ചിൽ പലപ്പോഴും സ്റ്റാർട്ടിങ് മുതലേ നിക്കോ ഒക്കെ പലപ്പോഴും തെന്നി വീണ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ ബാഴ്സക്ക് കിട്ടിയ ഗോളിലും അങ്ങനെ ഒരു പ്രശ്നം, ബാളുടെ സ്ലൈഡായി പോണതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്രൗണ്ട് പിച്ച് ഫുള്ള് റെഡി ആയിട്ടില്ല എന്നുള്ള തോന്നുന്ന നേരത്തിലായിരുന്നു മത്സരത്തിൽ പലപ്പോഴും ഇങ്ങനെ പ്ലെയേഴ്സൊക്കെ തെന്നി വീണത് കണ്ടപ്പോൾ തോന്നുന്നത്. പിന്നെ അതുപോലെ ലെവൻഡോസ്കിൻ്റെ ഫിനിഷ് കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു ബാഴ്സ ചാൻസ് ക്രിയേഷൻ ഓരോ മിനിറ്റ് ഓരോ അറ്റാക്കും ചാൻസ് ക്രിയേഷനിലോട്ട് നീങ്ങണതായിട്ടായിരുന്നു ബാഴ്സലോണയുടെ മത്സരം കണ്ടപ്പോൾ തോന്നിയത്. ലെവൻഡോസ്കിൻ്റെ ബാറിലടിച്ച് പോയത് 2 ചാൻസുകൾ, ഒന്ന് ഹെഡർ, പിന്നെ അതുപോലെ പിന്നെ വേറെ ഒന്ന് റഫീന ഇട്ട് കൊടുത്ത ബോളിൽ റഫീന ഏകദേശം 2 സിറ്റുവേഷനിൽ അതുപോലെ ത്രൂ ബോളിൽ ലെവൻഡോസ്കി ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞു. ഒന്ന് ലെവൻഡോസ്കി അത് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഒന്ന് പ്രോപ്പർ മിസ് പാസ് ആയിട്ട് തന്നെ പോയി. പക്ഷേ കണക്ട് ചെയ്ത ബോളും റഫീന കുറച്ചൊരു ഫോഴ്സിലൂടെയാണ് പലപ്പോഴും ഫൈനൽ തേർഡിലൊക്കെ ബോൾ കൊടുക്കുന്നത്. അത് എവേ ചെയ്ത് പോകുന്നുണ്ട്, ടാർഗറ്റിൽ നിന്ന് എവേ ചെയ്ത് പോകുന്നുണ്ട്. ലെവൻഡോസ്കിക്കും അങ്ങനെ പുറത്തോട്ട് പോയിട്ട് പിന്നെ കണക്ട് ചെയ്തെടുത്ത് വരേണ്ട ചാൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ തേർഡിൽ റഫീന പാസിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ലബീനാണ് മാൻ ഓഫ് ദ മാച്ച്. ഫസ്റ്റ് ഗോൾ വന്ന് ലെമീൻ്റെ ടിപ്പിക്കൽ ലെമീൻ ഗോൾ തന്നെയായിരുന്നു, ബോക്സിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് ഷോട്ട് എടുക്കുന്നത്. ചെറിയ ഡിഫ്ലക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ബാഴ്സലോണ രണ്ടാമത്തെ മത്സരം ജയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സെൽറ്റ വീഗോ അത്ലറ്റിക്കോ വലൻസിയ മത്സരമുണ്ട് അടുത്ത വീക്കിൽ എസ്പാനിയോളായിട്ടുള്ള മത്സരമുണ്ട്. പിന്നെ അതുപോലെ ഈ മിഡ് വീക്കിൽ ബുധനാഴ്ച പുലർച്ചെയാണ് ബാഴ്സലോണൻ്റെ മത്സരം വരുന്നത്. ബാഴ്സലോണൻ്റെ രാവിലെ 1 മണിക്ക് അത് റയോ വയ്യേക്കാനാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഹാമിഷ് റോഡ്രിഗസ് അവരുടെ ടീമിലോട്ട് എത്തിയിട്ട് ഉള്ളതായിട്ടുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഇതാരും ചിലപ്പോൾ കളത്തിൽ ഇറങ്ങിക്കൂടായികയില്ല. അപ്പോൾ മിഡ് വീക്ക് മാച്ചുള്ള വീക്കാണ് അടുത്തതായിട്ട് വരുന്നത്. ബാഴ്സലോണക്ക് ഈ റണ്ണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കാം. റയലിനാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് മാച്ചിൽ തന്നെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇനി ഒരിക്കലും ഒരു പോയിന്റ് ഡ്രോപ്പ് ടീമിൻ്റെ മുന്നിൽ ഉണ്ടാവില്ല. കാര്യം എങ്ങനെയെങ്കിലും ബാഴ്സലോണ ഇനി അഥവാ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ഡിഫറൻസ് 4 പോയിന്റുള്ളതാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ടീം അടുത്ത മത്സരത്തിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതാം. റയലിൻ്റെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ മത്സരത്തിൽ അർദ്ധ ഗോളറായിരുന്നു ഫസ്റ്റ് 11 ഇറങ്ങിയത്. അപ്പോൾ മിഡ്ഫീൽഡിന് ഒരു കൺട്രോൾ വരുത്തണം എന്നുള്ള രീതിയിലാവും അൻസെലോട്ടി ആ ടീമിനെ അങ്ങനെ ഇറക്കിയത്. ചൗമിനി ഉണ്ടായിരുന്നു, ഫെഡെ വെൽവേർഡെ ഉണ്ടായിരുന്നു. പക്ഷേ ഫെഡെ വെൽവേർഡെ ഉള്ളതുകൊണ്ട് ടീമിന് ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാര്യം താരം ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷേ ഒരു ബോൾ കൺട്രോൾ ചെയ്ത് ക്രിയേറ്റീവ് പാസ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു മെൻറ്റാലിറ്റി, അങ്ങനെ ഒരു കളിക്കാരനല്ല ഫെഡെ വെൽവേർഡെ കുറച്ചും കൂടി അറ്റാക്കിങ് ബോൾ എടുത്ത് റൺ ചെയ്യുക, അല്ലെങ്കിൽ ബോക്സിനടുത്ത് പുറത്തുനിന്ന് ചാൻസ് ഇട്ട് ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഫെഡെ വെൽവേർഡെ കളിക്കുക. അപ്പോൾ ഈ മത്സരത്തിൽ അർദ്ധ ഗോളറെ ആവും ചിലപ്പോൾ അൻസെലോട്ടി ആ ഒരു രീതിയിൽ കണ്ടത്, ഒരു മാച്ച് കൺട്രോൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ, ക്രൂസിൻ്റെ ഒക്കെ രീതിയിൽ. പക്ഷേ അതിന് താരത്തിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അർദ്ധ ഗോളറും കുറച്ചും കൂടിയൊക്കെ ഫെഡെ വെൽവേർഡെ ഇല്ല, പക്ഷേ കുറച്ചും കൂടി ഒഫൻറ്റീവ് മൈൻഡ് ആയിട്ടുള്ള, ബോക്സിൻ്റെ അടുത്ത് പോയിട്ട് ഷോട്ട് എടുക്കാനുള്ള അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയുള്ള കളിക്കാരനാണ്. പിന്നെ ബ്രഹീം ഡിയാസ് വന്നപ്പോൾ കുറച്ചും കൂടി ബ്രഹീം ഡിയാസ് അതുപോലെ സെബിയോസിനെ എടുത്ത് പറഞ്ഞു. സെബിയോസ് പലപ്പോഴും ആ ഡീപ്പിലോട്ടൊക്കെ ഇറങ്ങി വന്ന് 1-2 ഡ്രിബിളൊക്കെ ചെയ്ത് പാസ് കൊടുക്കാൻ ശ്രമിക്കണതൊക്കെ ഉണ്ട്. ചിലപ്പോൾ സെബിയോസിനെ ആൻസെലോട്ടിക്ക് ഒന്നും കൂടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്ലെയറാണ് സെബിയോസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ബെല്ലിംഗാമും കൂടി പരിക്കായ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ടീമിന് യൂസ് ചെയ്യാൻ പറ്റും. മിഡ്ഫീൽഡിൽ ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ മോഡറിക്ക് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യൂല എന്നറിയാം. അപ്പോൾ മാച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനോ, അല്ലെങ്കിൽ എപ്പോഴും മാട്രിനെ പോലെ ടിപ്പിക്കലായിട്ട് കൗണ്ടർ അടിക്കാൻ വരുമ്പോഴോ പാസ് കൊടുക്കാൻ പറ്റില്ല, ലോങ്ങും പാസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കളിക്കാരെന്നുള്ള രീതിയിൽ കുറച്ചുകൂടി നോക്കുമ്പോൾ ബ്രഹീം ഡിയാസ് കുഴപ്പമില്ല. പക്ഷേ സെബിയോസ് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡും അതുപോലെ അങ്ങനെയുള്ള കപ്പാസിറ്റിയുള്ള പ്ലെയർ ആയതുകൊണ്ട് ചിലപ്പോൾ അടുത്ത മാച്ച് മുതൽ സെബിയോസിനെ ആൻസെലോട്ടി ഉപയോഗിച്ച് കൂടായികയില്ല എന്ന് പറയുമ്പോൾ. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ സ്റ്റാർട്ടിങ് കുറച്ചൊന്ന് ഷേക്ക് ആയിട്ടായിരുന്നു റയൽ മാഡ്രിഡ് തുടങ്ങിയത്. പക്ഷേ ആൻസെലോട്ടി ആ ഒരു വിന്നിങ് ഫോർമുല കണ്ടതും പിന്നെ ആ ഒരു ചേഞ്ച് ഇല്ലാതെ സീസൺ മൊത്തം ഒരു പ്ലെയർ ചേഞ്ച് പോലും ഇല്ലാതെ ഫസ്റ്റ് 11 എന്താവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഒരു ചേഞ്ച് ഇല്ലാതെ അങ്ങനെ തുടർന്ന് പോലാണ് ആൻസെലോട്ടിൻ്റെ ഒരു പതിവ്. അപ്പോൾ അതൊരു 1-2-3 മാച്ചുകൾ ചിലപ്പോൾ ഒരു ഷേക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടാകും. പക്ഷേ ഗോൾ കണ്ടെത്താൻ റയൽ മാഡ്രിഡിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. റോഡ്രിഗോ വിനീഷ്യസ് എല്ലാവരും ഉള്ളതുകൊണ്ട്. എംബാപ്പയ്ക്ക് ഗോൾ കിട്ടാത്ത കഴിഞ്ഞില്ല എന്നുള്ളൂ, താരം ഷോട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. 1-2 നല്ല ചാൻസുകളും കിട്ടിയിരുന്നു. അപ്പോൾ ഗോളൊക്കെ എങ്ങനെയായാലും റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് വരും. പിന്നെ അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ ഇനി ഉറപ്പാണ് സൊർലോത്ത്, ഗ്രീസ്മാൻ ഒക്കെയാണ് ടീമിലുള്ളത്. അതുകൊണ്ട് എങ്ങനെയായാലും അടുത്ത മത്സരങ്ങളിൽ അവരുടെയും ഏകദേശം ഒരു വിന്നിങ് റണ്ണാവും ഇനിയുള്ള അടുത്ത മത്സരങ്ങളിലും കാണാൻ പോണത്. അപ്പോൾ എങ്ങനെയാവും എന്നുള്ള കാര്യം സീസണിൻ്റെ അടുത്ത മത്സരങ്ങൾ മുതൽ അറിയാൻ പറ്റും.
അപ്പോൾ എല്ലാവരും പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.